ഹലോ. അപ്പോൾ ഇന്ന് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എല്ലാ വീഡിയോയും എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആണ്, അതുകൊണ്ടാണ് എല്ലാ വീഡിയോയുടെ തുടക്കത്തിൽ ഞാനൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് ട്രേഡിങ്ങിനെ പറ്റിയൊക്കെ സ്റ്റഡി ചെയ്തിരുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തൊരു കാര്യമാണ്. അത് ബേസിക്കലി എന്തുകൊണ്ട് കുറച്ച് ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർ വരുത്തുന്ന മിസ്റ്റേക്സ് എന്താണ് എന്ന് ഒന്ന് വീഡിയോയിലൂടെ പറഞ്ഞു കൊടുത്തുകൂടാ എന്നുള്ളത്. അതായത് ബിഗിനേഴ്സിനല്ല, ബിഗിനർ ലെവലിൽ കഴിഞ്ഞ് അവർ ഓപ്ഷൻ റൈറ്റിംഗ് എല്ലാം ഒരു കുറച്ച് കാലമായിട്ട് ചെയ്യുന്നു. അങ്ങനെ ഒരു 1-2 വർഷമായിട്ട് അവർ ചെയ്യുന്നു. പക്ഷേ സ്റ്റിൽ അവർക്ക് മാർക്കറ്റ് എന്തുകൊണ്ടോ ടൈം ചെയ്യാൻ പറ്റുന്നില്ല. മാർക്കറ്റ് അവരുടെ കയ്യിൽ ഇപ്പോഴും ഒരു ഗ്രിപ്പിലായിട്ടില്ല. അങ്ങനെയുള്ളവർ മിക്കവാറും കുറച്ച് മിസ്റ്റേക്സ് വരുത്തുന്നുണ്ടാവാം. അതിൽ ചില മിസ്റ്റേക്സുകളാണ് ഞാൻ ഇവിടെ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഇത് പലതും ഞാൻ എൻ്റെ ട്രേഡിങ്ങിൽ വരുത്തിയ മിസ്റ്റേക്സുകളാണ്. ആ മിസ്റ്റേക്സുകൾ നിങ്ങൾ വരുത്താതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ഞാനത് പറയുന്നത്. എല്ലാ മിസ്റ്റേക്സുകളും ഇല്ല, കുറച്ച് മിസ്റ്റേക്സുകളാണ് ഉള്ളത്. പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇത് നിങ്ങൾ കറക്റ്റ് ചെയ്തില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഒരിക്കലും ഒരു പ്രോഫിറ്റബിൾ ട്രേഡറായി കൺസിസ്റ്റൻ്റ് ആയി ലോങ്ങർ ടേമിൽ നിൽക്കാൻ പറ്റില്ല. ഇതിൽ ഒരു കാര്യം എന്ന് പറയുന്നത് സ്ട്രാറ്റജീസ് ആണ്. ബേസിക്കലി ബിഗിനറായിട്ടുള്ള ആൾക്കാരും കുറച്ച് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരും ഒക്കെ വരുന്ന ഒരു മിസ്റ്റേക്കാണ് കൺസിസ്റ്റന്റ് ആയിട്ട് സ്ട്രാറ്റജി സ്വിച്ച് ചെയ്യുക എന്നുള്ളത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ കുറച്ച് കാലം ട്രേഡ് ചെയ്തു, അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഒക്കെ വന്നു. പക്ഷേ പിന്നീട് മാർക്കറ്റിന്റെ ബിഹേവിയർ ചേഞ്ച് ആയി, അതുകൊണ്ട് അവർക്ക് പ്രോഫിറ്റ് വരുന്നില്ലാത്തൊരു ഫേസ് ഉണ്ടായി. അപ്പോൾ അവർ ഉടനെ ചെയ്യുന്നത് സ്ട്രാറ്റജി കംപ്ലീറ്റ് ആയിട്ട് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ അതൊരിക്കലും ചെയ്യാൻ പാടുള്ള കാര്യമല്ല. കാരണം നിങ്ങൾ ഒരു സ്ട്രാറ്റജിയിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്നുകൊണ്ട് ആ സ്ട്രാറ്റജിയിൽ എന്ത് കറക്ഷൻ ചെയ്യണം എന്നുള്ളതായി നിങ്ങൾ മനസ്സിലാക്കുക. അതാണ് വേണ്ടത്. മാർക്കറ്റിന്റെ ബിഹേവിയർ എങ്ങനെ ചേഞ്ച് ആയി, ആ ബിഹേവിയറിനെയും ഇൻക്ലൂസീവായിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്ന രീതിയിൽ ഈ സ്ട്രാറ്റജിയിൽ ഞാൻ എന്ത് കറക്ഷനാണ് ചെയ്യേണ്ടത്, സ്ട്രാറ്റജിയെ മൊത്തത്തിൽ മാറ്റുക നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ ശ്രമിക്കരുത്. പക്ഷേ ഇതിൽ സ്ട്രക്ചറലായിട്ടുള്ള ചേഞ്ച് അല്ലെങ്കിൽ സ്ട്രക്ചറലായിട്ടുള്ള ഇഷ്യൂ നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മൊത്തമായിട്ട് സ്ട്രാറ്റജിയെ ചേഞ്ച് ചെയ്യാം. പക്ഷേ ആദ്യത്തെ നിങ്ങളുടെ സ്റ്റെപ്പ് ചെറിയ കറക്ഷൻസ് കൊണ്ട് നിങ്ങളുടെ സ്ട്രാറ്റജി ആ മാർക്കറ്റ് ബിഹേവിയറിൽ പോലും വർക്ക് ചെയ്യുന്ന രീതിയിലാക്കി എടുക്കാൻ പറ്റുമോ എന്ന് നോക്കുക എന്നുള്ളതാണ്. അത് വർക്കായില്ലെങ്കിൽ എന്താണ് സ്ട്രക്ചറൽ മിസ്റ്റേക്സ് എന്ന് മനസ്സിലാക്കുക. മനസ്സിലാക്കിയ ശേഷം മാത്രം ആ സ്ട്രാറ്റജിയെ ചേഞ്ച് ചെയ്യുന്നതിനെ പറ്റി ആലോചിക്കുക. പിന്നീടുള്ള ഒരു കാര്യം മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് പരീക്ഷിക്കുന്നു എന്നുള്ളതാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ട്രേഡേഴ്സും വരുന്ന ഒരു മിസ്റ്റേക്കാണ്. ഞാനും കുറച്ച് കാലമൊക്കെ വരുന്ന ഒരു മിസ്റ്റേക്കാണത്. നമ്മൾ ഒന്ന് പ്രോഫിറ്റബിൾ ഒക്കെ ആവുമ്പോൾ നമുക്ക് തോന്നും എന്തുകൊണ്ട് ഒരു 2-3 സ്ട്രാറ്റജി അല്ല, മാനുവൽ ആയിട്ടുള്ള സ്ട്രാറ്റജികൾ ഒന്ന് പരീക്ഷിച്ചുകൂടാ എന്നുള്ളത്. അങ്ങനെ നമ്മൾ പരീക്ഷിക്കും. അപ്പോൾ നമ്മുടെ ഫോക്കസ് ഒരു സ്ട്രാറ്റജിക്ക് പകരം 2-3 സ്ട്രാറ്റജിയിലോട്ട് സ്പ്ലിറ്റ് ആയി പോകും ലൈവ് മാർക്കറ്റ് സിറ്റുവേഷനിൽ. അപ്പോൾ പറ്റുന്ന കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇമോഷൻസ് ട്രിഗർ ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മുടെ ഫോക്കസ് 3 സ്ഥലത്തായിട്ട് ഷിഫ്റ്റ് ആയിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് മാർക്കറ്റ് ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ 3 സ്ട്രാറ്റജി മാനേജ് ചെയ്യണം. 3 സ്ട്രാറ്റജിയിലും അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം ചെയ്യണം. അപ്പോൾ അത് നമുക്ക് കുറച്ചൊരു ടീഡിയസ് ആയിട്ടുള്ള കാര്യമായിട്ട് മാറും. വളരെ ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ഒരാളുടെ കാര്യമല്ല ഞാൻ പറയുന്നത്. ട്രേഡിങ് ചെയ്യുന്നു, അതിൻ്റെ കൂടെ മറ്റു പല കാര്യങ്ങളും ചെയ്യുന്നു, മറ്റു ജോലിയെല്ലാം ചെയ്യുന്നു, അങ്ങനെയൊക്കെയുള്ള ഒരാൾക്ക് അത് വളരെ ഡിഫിക്കൽട്ട് ആയിരിക്കും ഓൺ എ ലോങ്ങർ ടൈം ഫ്രെയിമിൽ. അതുകൊണ്ട് തന്നെ ഒരു ബിഗിനറായ ആൾക്കാണെങ്കിലും കുറച്ചൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിലും മൾട്ടിപ്പിൾ ആയിട്ടുള്ള സ്ട്രാറ്റജീസ് പരീക്ഷിക്കുന്നതിന് പകരം ഒരു സ്ട്രാറ്റജിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ആ സ്ട്രാറ്റജിയെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പിന്നീട് മൂന്നാമത്തെ കാര്യം പൊസിഷണൽ സൈസിങ് ആണ്. നമ്മുടെ റിസ്ക് ആപ്പറ്റൈറ്റ് എത്രയെന്ന് നമ്മൾ മനസ്സിലാക്കാത്തതാണ് ഒരു പ്രശ്നം. മനസ്സിലാക്കിയാൽ പോലും നമ്മൾക്ക് അതിനകത്ത് റിയലൈസേഷൻ വരുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലൈവ് സ്ക്രീനിൽ നമ്മുടെ പ്രോഫിറ്റ് ലോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അവിടെ ഇമോഷണൽ ട്രിഗർ ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ റിസ്ക് ആപ്പറ്റൈറ്റിൽ റിയലൈസേഷൻ ഉണ്ടായി എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ആ റിയലൈസേഷൻ ഉണ്ടാവണമെങ്കിൽ നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മാത്രം നിങ്ങളുടെ ലോട്ട് സൈസ് ഇൻക്രീസ് ചെയ്യുക എന്നുള്ളതാണ്. ഫസ്റ്റത്തെ ആഴ്ചയിൽ 1 ലോട്ട് ചെയ്യുക, രണ്ടാമത്തെ ആഴ്ചയിൽ 2 ലോട്ട് ചെയ്യുക, മൂന്നാമത്തെ ആഴ്ചയിൽ 3 ലോട്ടിൽ ചെയ്യുക, ഈ രീതി പോവുക. അല്ലെങ്കിൽ കുറച്ചും കൂടെ അഗ്രസീവ് ആണെങ്കിൽ ഫസ്റ്റത്തെ ആഴ്ചയിൽ 2 ലോട്ട്, അടുത്ത ആഴ്ച 4 ലോട്ട്, അതിൻ്റെ അടുത്ത ആഴ്ച 6 ലോട്ട്, അതിൻ്റെ അടുത്ത ആഴ്ച 8 ലോട്ട്, ആ രീതി പോവാം നിങ്ങൾക്ക്. അതല്ല നിങ്ങൾ 1, 2, 3 മെത്തേഡിലാണ് പോകുന്നതെങ്കിൽ ഓരോ ആഴ്ചയിലെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് ഒന്ന് കോൺഫിഡൻസ് ആയതിനു ശേഷം 2, 4, 5, 6 എന്നുള്ള രീതിയിൽ ആ രീതിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് പോവാം. ഇത് ഇങ്ങനെ ഇൻക്രീസ് ചെയ്യുന്ന പോലെ തന്നെ മേ ബി നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനോ ക്ലാരിഫിക്കേഷനോ ഒക്കെ വേണമെങ്കിൽ തൽക്കാലം ട്രേഡ് പോസ് ചെയ്യാം. അല്ലെങ്കിൽ ഇതിനെ സ്കെയിൽ ഡൗൺ ചെയ്തുകൊണ്ട് വരാം. നിങ്ങൾ ഒരു 12ലാണ് നിൽക്കുന്നതെങ്കിൽ 12ൽ നിന്ന് 10 ആക്കാം, 10ൽ നിന്ന് 8 ആക്കാം, അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടമുള്ള പോലെ തന്നെ നിങ്ങൾ ചെയ്യാം. പിന്നെ ഒരു നാലാമത്തെ ഒരു മിസ്റ്റേക്ക് ആൾക്കാർ ചെയ്യുന്ന ഒരു വലിയൊരു മിസ്റ്റേക്ക് മാർക്കറ്റിനെ ടൈം ചെയ്യാനായിട്ട് ശ്രമിക്കും. മാർക്കറ്റ് ടൈമിംഗ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് ഞാൻ പറയാം 99% ട്രേഡേഴ്സിനും
മാത്രമല്ല വളരെ പ്രൊഫഷണൽ ആയിട്ട് ചെയ്യുന്ന ഈവൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രേഡേഴ്സിന് പോലും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാർക്കറ്റിനെ ടൈം ചെയ്യുക എന്നുള്ളത്. മാർക്കറ്റിന്റെ ഡയറക്ഷൻ ഐഡന്റിഫൈ ചെയ്യാൻ എളുപ്പമാണ്, പക്ഷെ മാർക്കറ്റിനെ ടൈം ചെയ്യുക പാടാണ്. മാർക്കറ്റ് ഇന്ന റേഞ്ച് കട്ട് ചെയ്യുമോ ഇല്ലയോ, ഇന്ന റേഞ്ചിന് താഴെ അത് സപ്പോർട്ട് എടുക്കുമോ ഇല്ലയോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏത് റേഞ്ചിനകത്ത് മാർക്കറ്റ് നിൽക്കും, മാർക്കറ്റ് മുകളിലോട്ടാണോ താഴോട്ടാണോ പോകുന്നത്, ഈ ഡയറക്ഷണൽസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പിന്നെയും എളുപ്പമാണ്. പക്ഷെ മാർക്കറ്റ് അടുത്ത 5 മിനിറ്റിൽ എവിടെ നിൽക്കും, അല്ലെങ്കിൽ മാർക്കറ്റ് അടുത്ത അരമണിക്കൂറിനകത്ത് ഇന്ന പോയിന്റ് കടക്കും എന്നൊക്കെയുള്ള ഒരു ടൈമിംഗ് നമുക്ക് ഡിഫിക്കൽട്ടാണ്. പല ട്രേഡേഴ്സ് ചെയ്യുന്ന മിസ്റ്റേക്സ് അങ്ങനെ ഒരു ടൈമിങ്സ് വെച്ചുകൊണ്ട് ട്രേഡിംഗ് എടുക്കാൻ വേണ്ടി ശ്രമിക്കും. അപ്പോൾ സംഭവിക്കുക അവരുടെ വിന്നിങ് റേഷ്യോ വളരെ വളരെ താഴെ പോകും. മിക്കവാറും ഓപ്ഷൻ ബയേഴ്സ് ആണ് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ചെയ്യുന്നത്. ഓപ്ഷൻ സെല്ലേഴ്സ് ഈ മിസ്റ്റേക്സ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ്. പക്ഷെ അവർ പോലും ഓപ്ഷൻ സെല്ല് ചെയ്തുകൊണ്ട് മാർക്കറ്റ് ടൈം ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട്. അതായത് മാർക്കറ്റ് ഇന്ന സമയം കൊണ്ട് ഇന്ന റേഞ്ചിൽ വരെ അടിച്ചു പോകും, അതുകൊണ്ട് ഞാൻ ഓപ്ഷൻ സെല്ല് ചെയ്യുന്നു, ആ രീതിയിലുള്ളത്. അപ്പോൾ മാർക്കറ്റിനെ ടൈം ചെയ്യുക ഡിഫിക്കൽട്ടാണ്, വളരെ വളരെ ഡിഫിക്കൽട്ടാണ്. എസ്പെഷ്യലി ഒരു ബിഗിനറായ ഒരു ട്രേഡറിനോ അല്ലെങ്കിൽ 1-2 വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കോ അത് ചെയ്യുക വളരെ വളരെ ഡിഫിക്കൽട്ടാണ്. അപ്പോൾ മാർക്കറ്റ് ടൈമിംഗ് നിങ്ങൾ ചെയ്യാതിരിക്കാം, പകരം മാർക്കറ്റ് ഡയറക്ഷൻസ് മനസ്സിലാക്കി ആ രീതിയിൽ ട്രേഡ് ചെയ്യാനുള്ള സ്ട്രാറ്റജീസ് നിങ്ങൾ ചെയ്യുന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ നല്ലത്. പിന്നീട് ഒരു കാര്യം, മാർക്കറ്റിന്റെ വോളറ്റിലിറ്റി റേഞ്ച് മനസ്സിലാക്കാത്തതാണ്. മാർക്കറ്റ് ഫ്ലക്ച്വേറ്റിംഗ് ആണ് ഇൻ നാച്ചുറൽ അല്ലേ. മാർക്കറ്റ് മിക്കവാറും കോൺട്രാസ്റ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ ചില സമയത്ത് എക്സ്പാൻഡിങ് ആയിരിക്കും. ഇങ്ങനെ കോൺട്രാസ്റ്റിങ്ങും എക്സ്പാൻഡിങ്ങും ചെയ്തുകൊണ്ടാണ് മാർക്കറ്റ് അത് മുന്നോട്ടുള്ള പ്രയാണം ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ ചില സമയത്ത് മേ ബി ഒരു മാസത്തിൽ മാർക്കറ്റിന്റെ റേഞ്ച് എന്ന് പറയുന്നത് 50 ആണെങ്കിൽ അടുത്ത മാസം മേ ബി അത് ചേഞ്ച് ചെയ്യാം, അത് 100 ആവാം, 120 ആവാം, 150 ആവാം ഒക്കെ ആവാം. അപ്പോൾ ആ മാർക്കറ്റിന്റെ റേഞ്ച് മനസ്സിലാക്കി നിങ്ങളുടെ സ്റ്റോപ്പ് ലോസ് എവിടെയാണ്, നിങ്ങളുടെ സ്ട്രാറ്റജിയിൽ നിങ്ങൾ ടാർഗറ്റ് ബുക്ക് ചെയ്യാൻ പോകുന്നത് എവിടെയാണ്, ഈ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമാണ്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഫ്രീക്വന്റ് ആയിട്ട് ഫ്ലാഷ് മൂവുകളിൽ നിങ്ങളുടെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും ഒക്കെ അടിക്കാൻ തുടങ്ങും. അപ്പോൾ അത് നിങ്ങളുടെ വിന്നിംഗ് പ്രോബബിലിറ്റിയെ വളരെയധികം റെഡ്യൂസ് ചെയ്യുകയും നിങ്ങളെ ഒരു പ്രോഫിറ്റബിൾ അല്ലാത്ത ട്രേഡറാക്കി മാറ്റുകയും ചെയ്യും. പിന്നീട് ഒരു വളരെ വളരെ ഇമ്പോർട്ടൻറ്റ്, വളരെ പ്രധാനമായ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ വിന്നിംഗ് ട്രേഡുകളെക്കാളും നിങ്ങളുടെ ലൂസിംഗ് ട്രേഡുകളിൽ നിങ്ങൾ വരുത്തിയ മിസ്റ്റേക്സുകൾ പഠിക്കുക എന്നുള്ളതാണ്. അത് സ്ഥിരമായി നോക്കിക്കൊണ്ടിരിക്കണമെന്നല്ല, അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജേർണൽ നോക്കണം, ട്രേഡിംഗ് ജേർണൽ നോക്കുക. ട്രേഡിംഗ് ജേർണൽ നിങ്ങൾ മാനുവലായിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ബ്രോക്കറിന്റെ അക്കൗണ്ടിൽ തന്നെ എല്ലാം അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എന്നാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്, ഏത് സമയത്താണ് ട്രേഡ് ചെയ്തിരിക്കുന്നത്, ഏത് സ്ക്രിപ്റ്റാണ് ട്രേഡ് ചെയ്തിരിക്കുന്നത് എല്ലാം. മാത്രമല്ല കോൺട്രാക്ട് നോട്ടിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും കിട്ടും. അപ്പൊ അത് നോക്കിയിട്ട് നിങ്ങളുടെ ലൂസിംഗ് ഡേയ്സ് എന്നാണ്, ഒരു മാസത്തിൽ ലൂസിംഗ് ഡേയ്സ് എന്നാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്യുക. ആ ലൂസിംഗ് ഡേയ്സിൽ എന്തുകൊണ്ട് എന്റെ സ്ട്രാറ്റജി അവിടെ ഫെയിലായി, ഒരു സിമുലേഷൻ ടൂൾ ഒക്കെ യൂസ് ചെയ്തിട്ട് അതൊന്ന് സിമുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് അവിടെ എന്ത് സ്ട്രാറ്റജിക്കൽ ചേഞ്ച് കൊണ്ടുവന്നാൽ, എന്ത് സ്ട്രാറ്റജിക്കൽ കറക്ഷൻസ് കൊണ്ടുവന്നാൽ എനിക്കൊരു വിന്നിംഗ് പൊസിഷനിലോട്ട് മാറ്റാൻ പറ്റും, മാർക്കറ്റ് ബിഹേവിയറിനെ അതിനകത്ത് ഇൻക്ലൂസീവ് ആക്കാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെ പറ്റി ഡീപ്പായിട്ട് നിങ്ങൾ സ്റ്റഡി ചെയ്യുക. ഈ സ്റ്റഡി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വലിയൊരു ഇൻസൈറ്റ് ആയിരിക്കും ഈ സ്റ്റഡി തരിക, അതിൽ യാതൊരു സംശയവുമില്ല. സ്വന്തം ലൂസിംഗ് ട്രേഡ്സ് പഠിക്കാത്ത ഒരു ട്രേഡറും പ്രോഫിറ്റബിൾ ട്രേഡറായി മാറിയിട്ടില്ല. ഈ ആറാമതാണോ നമ്പർ ഞാൻ മറന്നുപോയി, ഈ ലാസ്റ്റ് ആണ് ഞാനിത് പറഞ്ഞതെങ്കിലും പക്ഷെ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. വളരെ വളരെ ഞാൻ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളെക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നിങ്ങളുടെ ലൂസിംഗ് ട്രേഡ്സിനെ നിങ്ങൾ പഠിക്കുക, അതനുസരിച്ചുള്ള ലേണിങ്സ് കൊണ്ടുവരിക, അത് നിങ്ങളുടെ ലൈവ് ട്രേഡിങ്ങിൽ കൊണ്ടുവരിക എന്നുള്ളത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ പോയിന്റ്സുകളെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ രീതിയിലുള്ള പ്രയോജനമെങ്കിലും എൻ്റെ ഈ വീഡിയോ കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി അത് കമന്റിലൂടെ അറിയിക്കുക. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ട്രേഡിംഗ്. ബൈ ബൈ. നല്ലൊരു വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം.